സംസ്ഥാന പോലീസ് മേധാവിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. വണ്ടിപ്പെരിയാർ പോക്സോ കേസ് പ്രതിയെ വെറുതെ വിട്ടത് പോലീസിന്റെ വീഴ്ചയാണെന്ന് ആരോപിച്ചാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് ആസ്ഥാനത്തേക്ക് മഹിളാ മോർച്ച നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളും ഉണ്ടായി. DGP വീട്ടിലുള്ള സമയത്തായിരുന്നു മഹിളാ മോർച്ച പ്രവർത്തകർ വീട്ടിലേക്ക് തള്ളിക്കയറിയത്. പരാതി നൽകാനെന്ന വ്യാജേനയാണ് DGPയുടെ വസതിക്ക് മുന്നിലെത്തിയത്. പ്രതിഷേധക്കാർ സെക്യൂരിറ്റി ഗാർഡിനെ തള്ളിമാറ്റി വീടിന്റെ ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറിയാണ് പ്രതിഷേധിച്ചത്. വീട്ടുപടിക്കൽ കുത്തിയിരുന്ന മുദ്രാവാക്യവും വിളിച്ചു. പ്രതിഷേധിച്ച 5 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വസതിക്ക് മുന്നിൽ പ്രതിഷേധമുണ്ടാകുമെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിരുന്നില്ലെന്ന് പോലീസ് പറയുന്നു. സംഭവിച്ചത് ഗുരുതര വീഴ്ചയാണെന്നും പോലീസ് സമ്മതിക്കുന്നു. പോലീസ് ആസ്ഥാനത്തേക്ക് മഹിളാ മോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ശാസ്ത്രീയ തെളിവുകൾ കൊടുക്കാതെ പോലീസ് പ്രതിയെ രക്ഷപ്പെടുത്തിയെന്ന് മഹിളാ മോർച്ച ആരോപിച്ചു. വണ്ടിപ്പെരിയാറിലെ പിച്ച് ചീന്തിയത് 6 വയസ്സുള്ള കുട്ടിയെയാണ് 3 കൊല്ലമായിട്ട് നിരന്തരം പീഡിപ്പിച്ച് കൊന്ന് ഷോളിട്ട് കഴുത്തിലിട്ട് കെട്ടിത്തൂക്കിയത് ഡിവൈഎഫ്ഐയുടെ നേതാവാണ്. അവന്റെ നേരെ അവന് പോറലേൽക്കാത്ത FIR ഇട്ടുകൊണ്ട് ശാസ്ത്രീയമായ അന്വേഷണ തെളിവുകൾ കൊടുക്കാതെ അവനെ ഇപ്പോ വിട്ടു. കോടതി വിട്ടു എന്നാ പറയണേ. എങ്ങനെയാ കോടതി വിട്ടത്? 10ഓളം വരുന്ന മഹിളാ മോർച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. റിപ്പോർട്ടർ തിരുവനന്തപുരം.